കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് അവർ കരുതിയത്. കർത്താവ് അവരെയും കണ്ടത് അങ്ങനെയാണ്. നമുക്കറിയാമല്ലോ, ചില വ്യക്തികളെ കർത്താവ് പരിചയപ്പെട്ടപ്പോൾ, അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെക്കുറിച്ച് കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തിയത് ഇവർ വളരെ വ്യത്യസ്തരായ മനുഷ്യരാണ്. ഇസ്രായേലിൽ പോലും ഇങ്ങനെ വിശ്വാസമുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് കർത്താവ് ഒരു ശതാധിപനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേർക്ക് അധിപനായ ഒരു റോമൻ പട്ടാള ഓഫീസർ കർത്താവിൻ്റെ അടുത്ത് വന്ന ആവശ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. തൻ്റെ വീട്ടിൽ തനിക്കൊരു സെർവൻ്റ് ഉണ്ട്. ആ സെർവൻറ്റിന് വിശ്വസ്തനായ സെർവൻ്റ് ആയിരിക്കണം. അദ്ദേഹത്തിന് പക്ഷവാതം എന്ന ഒരു രോഗമുണ്ടായി. നമുക്കറിയാം, പക്ഷവാത രോഗം തളർവാദം എന്നൊക്കെയാണ് പറയുന്നത്. എണീറ്റ് നടക്കുവാൻ കഴിയത്തില്ല, കിടക്കയിലായിരിക്കും. അവരെ ശുശ്രൂഷിക്കുവാൻ വേറൊരു വ്യക്തിയെ അപ്പോയിൻ്റ് ചെയ്യണം. നമ്മുടെ വീട്ടിൽ ഒരു തളർവാദം പിടിച്ച പക്ഷവാതക്കാരനായ ഒരു സെർവൻറ്റിനെ നമ്മൾ നോക്കും. നമ്മളും അവരുമായിട്ടുള്ള വ്യത്യാസമാണ്. കർത്താവ് കണ്ട ചില വ്യത്യസ്തമായ ചില ഘടകങ്ങളാണ് യേശു ശ്രദ്ധിച്ചത്. യേശുവിനോട് ആ ശതാധിപൻ, ആ 100 പേർക്ക് അധിപനായ മനുഷ്യൻ വന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റെ വീട്ടിൽ ഒരു ബാല്യക്കാരൻ, അതായത് ഒരു വേലക്കാരൻ എന്ന് പച്ചമലയാളത്തിൽ പറയാം, നാടൻ ഭാഷ. അതിൻ്റെ ഇംഗ്ലീഷ് ആണെങ്കിൽ എനിക്കൊരു സെർവൻ്റ് ഉണ്ട്. നമ്മുടെ വീട്ടിലൊരു സെർവൻറ്റിന് സുഖമില്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? അവർക്ക് അവധി കൊടുക്കും. കുഞ്ഞെ, വീട്ടിൽ പോയി വിശ്രമിച്ചാട്ടിന്ന എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു അല്പമായിട്ടുള്ള ഒരു സഹായം കൂടെ അവർക്ക് കൊടുത്തിട്ട് അവരെ നമ്മൾ പറഞ്ഞു വിടും. അതിനുശേഷം നമ്മൾ വേറൊരു വേലക്കാരെ അന്വേഷിക്കും. അത് നമ്മുടെ കാര്യമാണ്, എങ്കിലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പക്ഷെങ്കിൽ ഈ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വന്ന് കർത്താവിനോട് പറയുന്നത്, കർത്താവേ, എൻ്റെ വീട്ടിൽ ഒരു സെർവൻ്റ് ഉണ്ട്. അവൻ പക്ഷവാതം പിടിച്ച് കഠിന വേദനപ്പെട്ട് അവൻ വളരെയധികം കഷ്ടപ്പെടുന്നു. അവന് സൗഖ്യം കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരുത്തരും പറയാത്തതായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു സെർവൻറ്റിനെ, പക്ഷവാതം പിടിച്ച ഒരു സെർവൻറ്റിനെ, തളർവാദം പിടിച്ച് കിടക്കുന്ന ഒരു സെർവൻറ്റിനെ വീട്ടിൽ വെച്ച് ശുശ്രൂഷിച്ച് അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അന്ന് അവിടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്, ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നതായ യഹൂദന്മാരുടെ ശത്രു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ മനുഷ്യൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം ചോദിക്കുക, അദ്ദേഹം പറയുകയാണ്, എൻ്റെ വീട്ടിൽ എനിക്കൊരു സെർവൻ്റ് ഉണ്ട്. അവന് പക്ഷവാതം പിടിച്ച് കഠിന വേദനപ്പെട്ട് കിടക്കുക. അവന് സൗഖ്യം വേണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അത് കേട്ടുടനെ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് അവനെ സൗഖ്യമാക്കാം. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം കർത്താവ് പറയുന്നു, യേശു അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. ദൈവത്തിന് സ്തോത്രം. അന്ന് പല രോഗികളും യേശുവിൻ്റെ അടുത്ത് വന്ന് സൗഖ്യം പ്രാപിച്ചു കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ പലരെയും കിടക്കയോട് എടുത്തും കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്ന് സൗഖ്യത്തിന് വേണ്ടി അവൻ്റെ മുൻപിൽ വെച്ച് അവൻ കടന്നു പോകുമ്പോൾ ഒന്ന് കൈവയ്ക്കുവാൻ തക്കവണ്ണം അവരെ കൊണ്ടാക്കുകയാണ്. ഇല്ല എങ്കിൽ പുരയുടെ മുകൾ കൂര പോലും പൊളിച്ചിട്ട് പക്ഷപാതക്കാരെ കെട്ടി ഇറക്കുക. അത്രയ്ക്ക് ജനക്കൂട്ടമാണ് യേശുവിൻ്റെ കൺവെൻഷനിലെല്ലാം. ഒരു നെല്ലട പോലും ആൾക്കാരുടെ ഒഴിവ് അവിടെ എങ്ങുമില്ല ഒന്ന് കടന്നു ചെല്ലുവാൻ. അദ്ദേഹത്തെ ഒരു ദിവസം വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യമാണ്, അത് നടക്കത്തില്ല. എന്നാൽ ഇവിടെ ഇതാ കർത്താവ് അവനോട് പറയുന്നു, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് അവന് സൗഖ്യം കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. അതിനൊരു കാരണമുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു വേലക്കാരനുണ്ട്, അവൻ പക്ഷവാതം പിടിച്ച് കിടക്കുകയാണ്, കഠിനവേദനപ്പെട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സാധാരണ മനുഷ്യരും അവനും തമ്മിലുള്ളതായ വ്യത്യാസം കർത്താവ് തൻ്റെ ഉള്ളിൽ വന്നു.
അതിനുശേഷം ആ ശതാധിപൻ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഉടനെ കർത്താവിനോട് പറയുകയാണ്, ഗുരു, അടിയൻ്റെ വീട്ടിൽ വരുവാൻ, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ എനിക്ക് നിങ്ങളെ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. കാരണം ഞാനൊരു യഹൂദനല്ല, ഞാനൊരു റോമ പൗരനാണ്. ഈ ദേശത്ത് വന്ന് ഞാൻ അന്യനായിട്ടാണ് ജീവിക്കുന്നത്. എനിക്കൊരു ജോലി ഉണ്ടെന്നേ ഉള്ളൂ. ചില അധികാരങ്ങളൊക്കെ ഇവിടുത്തെ ഭരണത്തിനായിട്ട് എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് പട്ടാളക്കാരും ഗവൺമെൻറ് എനിക്ക് തന്നിട്ടുണ്ട്. എന്നതിൽ കവിഞ്ഞ് ഇങ്ങനെയുള്ള ഒരു മഹൽ വ്യക്തിയെ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല. അദ്ദേഹം എഴുതിയിരിക്കുന്നത് എൻ്റെ പുരയ്ക്കകത്ത്. നമ്മൾ നമ്മുടെ വീടിനെക്കുറിച്ച് പുരയെന്നൊക്കെ പറയും, അതൊക്കെ പണ്ടത്തെ ഭാഷയല്ലേ. ഇന്ന് ആരെങ്കിലും നമ്മുടെ പുരയെന്ന് പറയും? ഇല്ല. പുരയെന്ന് പറഞ്ഞാൽ സാധാരണ പുരയെന്ന് പറയുന്നത് മൺ ചുവരുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പുകൾ കൊണ്ടോ മരങ്ങൾ കൊണ്ടോ ഊന്നുകൊടുത്ത് നിർത്തിയിരിക്കുന്നതായ കൂരപ്പര, ഓലപ്പര, പുല്ല് മേഞ്ഞത്, അല്ലെങ്കിൽ അതാത് രാജ്യത്തിന് അതാത് അവിടങ്ങളിലേക്ക് ഉള്ളതായ കാലാവസ്ഥയ്ക്കനുസൃതമായി ആദിമകാലത്ത് ഉണ്ടാക്കുന്നതായ വീടുകൾ, അതാണ് പുര. ഇന്ന് പുരയെന്നാരും പറയത്തില്ല, കാരണം ഇന്ന് പുരകളില്ല. അത് പറയുന്നത് തന്നെ ഒരാക്ഷേപമാണ്. പക്ഷെങ്കിൽ ഒരു ശതാധിപനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെങ്കിൽ അദ്ദേഹം അന്ന് താമസിച്ചിരുന്നത് മാന്യമായ, ഇത്രയും വലിയൊരു ഓഫീസർ താമസിച്ചത് സാധാരണ ഒരു പുരയ്ക്കകത്തല്ല. നല്ല ഒരു സംവിധാനങ്ങളുള്ളതായ ഒരു കെട്ടിടമോ അന്നത്തെ കാലത്തെ ആ ഒരു ശതാധിപൻ ഒരു ബ്രിഗേഡിയറിന് കൊടുക്കുന്നതായ ഒരു മാന്യമായ ഒരു അക്കമഡേഷൻ ആയിരിക്കാം. പ്രത്യേകിച്ച് ഇറ്റാലിയൻ പട്ടാളത്തിൻ്റെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സുഖ സൗകര്യത്തിലൂടെ താമസിക്കുന്നവരാണ്. പക്ഷെങ്കിൽ കർത്താവിൻ്റെ മുന്നിൽ വന്നപ്പോൾ ആ ശതാധിപൻ്റെ വാക്ക്, കർത്താവെ, നിങ്ങൾ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ എനിക്ക് യോഗ്യതയില്ല. ദൈവത്തിന് സ്തോത്രം. ആ പുരയ്ക്ക് സാധാരണ അന്നത്തെ കാലത്തെ പുരയെന്ന് പറഞ്ഞാൽ തല കുനിച്ചു വേണം കയറാൻ. ആ കട്ടളയ്ക്ക് ഉയരം കുറവായിരിക്കും. അവിടെ കയറുന്നവരെല്ലാവരും അവരുടെ തലയെ കുനിച്ച് ഒരു എളിമപ്പെട്ട് വേണം ആ ഭവനത്തിലേക്ക് കയറുവാൻ. അങ്ങനെയാണ് ആ ഭവനത്തോട് വളരെ ഭവ്യതമായ ഒരു നേർക്കാഴ്ചയാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കട്ടളകളെല്ലാം ഉയരത്തിൽ വയ്ക്കും. കാരണം തല ഉയർത്തി നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് കയറുന്നു. നമ്മുടെ ഭവനത്തിന് പല ഓമന പേരുകൾ നൽകുന്നു. അതിന് കട്ടള വളരെ മനോഹരങ്ങളായിട്ട് നമ്മൾ പണിതുണ്ടാക്കുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കട്ടളകളെല്ലാം ഉയരം കുറഞ്ഞ കട്ടള, പുരയെന്നാണ് അതിന് പേര്. ശതാധിപൻ ഒരുപക്ഷെങ്കിൽ അവൻ പുരയ്ക്കകത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലായിരിക്കാം. പക്ഷെങ്കിൽ യേശുവിനോട് സംസാരിക്കുമ്പോൾ തൻ്റെ കെട്ടിടത്തെ ഒരു പുരയായിട്ട് മാത്രമേ തനിക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. കാരണം ആ ഭവനത്തെക്കാളും വലിയ ഒരു വ്യക്തി ഇവിടെ ഇതാ നിൽക്കുന്നു. അദ്ദേഹത്തിനെ ആ ഭവനത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സംഭവമാണ്. അദ്ദേഹം അതാണ് പറഞ്ഞത്, കർത്താവെ, അവിടുന്ന് എൻ്റെ പുരയ്ക്കകത്തേക്ക് വരുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല. അതിനുശേഷം ശതാധിപൻ കർത്താവിനോട് പറയുന്നു, ഞാൻ പറഞ്ഞാൽ പോവുകയും പറഞ്ഞാൽ വരികയും അനുസരിക്കുന്ന പട്ടാളക്കാർ അല്ലെങ്കിൽ സേവനം ചെയ്യുന്നവർ എനിക്കുമുണ്ട്. ഞാനും അങ്ങനെ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കർത്താവ് തിരിഞ്ഞ് അവനോട് പറഞ്ഞത് എന്താണെന്നറിയാം? ജനത്തോട് പറഞ്ഞത്, ഇസ്രായേലിൽ പോലും ഒരു ഇസ്രായേലിനിൽ പോലും ഒരു യഹൂദനിൽ പോലും ഞാൻ ഇങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. ഹി ഈസ് സച്ച് ആൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ. വളരെ വിഭിന്നനായ മനുഷ്യൻ. കർത്താവിൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്കിടയിൽ ഒരുപാട് വിഭിന്നമായ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. വിഭിന്നതയുള്ള അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിൽ കൂടെ അതിൽ കവിഞ്ഞ് വിശേഷതയുള്ള പലരെയും കണ്ടിട്ടുണ്ട്. വിശ്വാസത്തിൽ മറ്റുള്ളവർ വിശ്വസിക്കുന്നതിനെക്കാട്ടിലും അതിന് അങ്ങേപ്പുറം ഒരു കനാന്യ സ്ത്രീയോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ഇവിടെ ഈ ശതാധിപനോടും പറയുകയാണ്, ഇസ്രായേലിൽ പോലും ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. കർത്താവ് ഉടനെ അവന് കൊടുത്തതായ മറുപടി, അതിൻ്റെ 13-ാമത്തെ വാക്യം, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞു. ആ നാഴികയിൽ തന്നെ
ശതാധിപൻ്റെ ആ വേലക്കാരന് അല്ലെങ്കിൽ ദാസന് അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനായി അവൻ്റെ ഭവനത്തിൽ സുഖമില്ലാതെ കിടക്കുന്നതായ ആ വ്യക്തിക്ക് ദൈവം വിടുതൽ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയൊക്കെയുള്ളതായ ചില സംഭവങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ പല പല കാര്യങ്ങളും, അഭിമാനിക്കുവാനും ഉയർത്തപ്പെടുവാനും തല ഉയർത്തി നിൽക്കുവാനും മറ്റുള്ളവരുടെ മുൻപിലൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് യോഗ്യതകളൊക്കെ നമുക്ക് കാണുമായിരിക്കാം. പക്ഷെങ്കിൽ ദൈവം നമ്മെ നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ അല്ലെങ്കിൽ വളരെ വിശേഷതയുള്ള മറ്റുള്ളവരിൽ നിന്ന് വളരെ വിഭിന്നനായ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസത്തിന് ഉടമ എന്ന് കർത്താവ് കാണുമ്പോൾ മാത്രമേ അവനോട് പറയുള്ളൂ, ഞാൻ നിന്റെ ഭവനത്തിൽ വന്ന് അവനെ സൗഖ്യമാക്കാം. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളത്തെ ദിവസം, നാളെ രാത്രിയിൽ, നിന്റെ ജീവിതത്തിലെ രാത്രികളിലും പകലിലും കർത്താവിൻ്റെ മുഖത്തേക്ക് ഒരു സൗഖ്യത്തിനായി നീ അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അവൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിന്റെ ആവശ്യം എങ്ങനെയുണ്ട്, എന്താവശ്യവുമായിട്ടാണ് കർത്താവിൻ്റെ മുൻപിൽ നീ പോകുന്നത്, എന്നാൽ നീ പോകുമ്പോൾ നിന്റെ വ്യക്തിത്വത്തെ നീ എങ്ങനെ കാണുന്നു, നിന്റെ ഭവനത്തെ എങ്ങനെ കാണുന്നു, നിന്റെ മാനസികാവസ്ഥ എങ്ങനെയാണ്, ഇതിനെല്ലാം അനുസരിച്ചിരിക്കും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നതായ പ്രവൃത്തി. ദൈവത്തിന് സ്തോത്രം. ആ ശതാധിപൻ വന്ന് കർത്താവിനോട് പറയും, എൻ്റെ ഭവനത്തിൽ ഒരു ബാല്യക്കാരനുണ്ട്. ആ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് സുഖമില്ലാതെ വേദനപ്പെട്ട് നിലവിളിക്കുന്നു, അവൻ കഷ്ടപ്പെടുന്നു. നോക്കൂ, ആ വാക്കുകൾക്ക് എത്ര ബലമാണ്, ഒരു ദയയാണ്. സാധാരണ മനുഷ്യരാരും കാണിക്കാത്തതായ ഒരു വിഭിന്നമായ സ്വഭാവം. വേലക്കാരനെ അവൻ്റെ പക്ഷപാതത്തിൽ അവനെ കൈവിടാതെ അവനെ ശുശ്രൂഷിക്കുന്ന ഒരു ശതാധിപൻ, 100 പേർക്ക് അധിപനായ അല്ലെങ്കിൽ ഒരു കേണൽ അല്ലെങ്കിൽ ഒരു ബ്രിഗേഡിയർ. നോക്കൂ, എത്ര വലിയ മഹത്വകരമായ ഒരു മിലിറ്ററി ഓഫീസർ തൻ്റെ ആ വീട്ടുവേലക്കാരനെ കുറിച്ച് താൻ പറയുന്നതായ തൻ്റെ കൺസേൺ, തൻ്റെ ചിന്ത, തൻ്റെ ഭാരം, ആ വേലക്കാരൻ അനുഭവിക്കുന്ന വേദന താൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനോട് പറയുകയാണ്. അവൻ വളരെ വേദനപ്പെട്ട് അവൻ കഷ്ടപ്പെടുന്നു, നീ അവന് സൗഖ്യം കൊടുക്കണം. ഈ ശതാധിപൻ വന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുന്നു, ഇവനെ പോലെ ഒരു മനുഷ്യനെ ഞാൻ ഇസ്രായേലിൽ പോലും എങ്ങും കണ്ടിട്ടില്ല. നോക്കൂ, കർത്താവിൻ്റെ മുൻപിൽ കർത്താവ് വന്ന മനുഷ്യരിൽ കർത്താവ് വിഭിന്നരായി കണ്ട മനുഷ്യരല്ല യഹൂദന്മാരൊന്നും ആയിരുന്നില്ല, പള്ളിപ്രമാണികളായിരുന്നില്ല, അവർ ഇസ്രായേലിയരായിരുന്നില്ല, എല്ലാവരും അന്യജാതിക്കാർ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, സ്വഭാവം കൊണ്ടും നീതി പ്രവൃത്തികൾ കൊണ്ടും നമ്മെക്കാട്ടിലും വിഭിന്നമായ ഉന്നതമായ ഹൃദയ നിലവാരം, നീതി നിലവാരം, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ നിലവാരം, വിശ്വാസത്തിൻ്റെ നിലവാരം പുലർത്തുന്നതായ, സൂക്ഷിക്കുന്നതായ അനേകം പുറജാതികൾ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ്, അവരുടെ ബുദ്ധിപദേശത്തിനായിട്ടാണ് കർത്താവ് പറഞ്ഞത്, ഇസ്രായേലിൽ പോലും ഇങ്ങനെ വിശ്വാസമുള്ള ഒരു മനുഷ്യനെ, ഇതുപോലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇസ്രായേലിയരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചിട്ടുള്ളവർക്ക് അതൊരു പാഠമായി ഉൾക്കൊള്ളുവാനുള്ളതായ ഒരു ഉപദേശമായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇസ്രായേലിയരുടെ വിശേഷത? നോക്കൂ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായി അവരവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തതായ ഒരു സംഭവം അതിൻ്റെ പശ്ചാത്തലമായിട്ടുണ്ട്. ഇസ്രായേലിയരെ നോക്കൂ, അവരോട് മോശ ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ഭാവി കാലത്ത് സംഭവിക്കുവാനിരിക്കുന്നതായ ഒരു വിഷയത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചു. അന്ത്യകാലത്ത് എന്നെപ്പോലെ ഒരുവനെ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. അവൻ നീതിയുടെ പാതകളിൽ നിങ്ങളെ വഴി നടത്തും. നടക്കേണ്ടുന്ന വഴി എന്തെന്ന് അവൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. എന്നാൽ മോശ പറഞ്ഞതായ ആ വ്യക്തി അവരുടെ മുൻപിൽ അവരുടെ കൺകുളിർക്ക കാണത്തക്ക രീതിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അനേക ദൈവിക പ്രവൃത്തികളും ഉപദേശങ്ങളും അവൻ ചെയ്ത് അവരുടെ മുൻപിൽ ഇതാ പ്രത്യക്ഷപ്പെട്ടിട്ടും കൂടെ അവരുടെ രാജാവായിട്ട് അല്ലെങ്കിൽ അവരുടെ രക്ഷകനായിട്ട് അവരുടെ മശീഹയായിട്ട്
അംഗീകരിക്കുവാൻ മനസ്സില്ലാതെ ഹൃദയം കഠിനപ്പെട്ടു പോയതായ ഒരുവിധം, അല്ലെങ്കിൽ നീതിമാന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആ നീതിമാന്മാരുടെ പ്രവൃത്തികൾ ഒന്നും തന്നെ അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കൂട്ടം യഹൂദന്മാരുടെ അവസ്ഥ അവരുടെ മുൻപിൽ വെച്ചാണ് കർത്താവ് പറയുന്നത്, ഇസ്രായേലിൽ പോലും ഇങ്ങനെ വിശ്വാസമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് വന്ന് സൗഖ്യം ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് അവളോട് പറയുകയാണ്, ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അപ്പം എടുത്ത് നായ്ക്കുട്ടികളുടെ മുൻപിൽ ഇടരുത്, ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ എന്ന് സ്നേഹത്തോടെ പറഞ്ഞതായ ആ കർത്താവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ആ ദേശത്ത് അധികം ആരും മുൻപോട്ട് വന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ കർത്താവ് ഒരു ദിവസം ദുഃഖത്തോടെ ആ യെരുശലേമിനെ കണ്ടുകൊണ്ട് പറഞ്ഞു, യെരുശലേമേ, യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെയും ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായ അനേക വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്കെന്നോണം നിങ്ങളോട് നീതി പുലർത്തുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ എൻ്റെ കൈകളെ നിങ്ങളുടെ മുൻപിൽ ഞാൻ നീട്ടിയെങ്കിലും നിങ്ങൾക്കോ മനസ്സായില്ല. ദൈവത്തിന് സ്തോത്രം. അത് യഹൂദന്മാരുടെ ചരിത്രമെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ദൈവമെന്തെന്ന് ആരെന്നറിഞ്ഞിട്ടും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തെന്നറിഞ്ഞിട്ടും ദൈവത്തോടുകൂടെ നടക്കുന്നവരെന്ന് അഭിമാനിക്കുന്നവരെന്നിട്ടും ദൈവത്തിൻ്റെ വചനങ്ങളെ നന്നായി ഗ്രഹിക്കുന്നവരെന്നിട്ടും ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ച് നന്നായി സംസാരിക്കുന്നവരെന്നിട്ടും നിങ്ങൾ അനേകർക്ക് മാതൃകയുള്ളവരെന്ന് നിങ്ങൾ വിളിച്ചു പറയുന്നവരെന്നിട്ടും കൂടെ ഒരു സാധാരണ മനുഷ്യനിൽ ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ലാത്ത ജാതികൾ നിങ്ങളെക്കാൾ എത്രയോ വലിയ നീതി പ്രവൃത്തികൾക്ക് ഉടമകളായി നിൽക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിങ്ങളുടെ നീതി പരീശന്റെയും സദൂക്യരുടെയും നീതിയേക്കാൾ കവിഞ്ഞു വരണം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലെ മനുഷ്യർ അവരുടെ ബുദ്ധിയുടെ പ്രമാണത്താൽ നീതി പുലർത്തുവാനും അവരുടെ കീഴിലുള്ളവരോട് നീതി പുലർത്തുവാൻ അല്ലെങ്കിൽ സ്നേഹത്തെ നിലനിർത്തി പോവാൻ അവർക്ക് വെളിപ്പാടുണ്ടെങ്കിൽ, അത്യുന്നതനായ ദൈവത്തിൻ്റെ സ്നേഹത്തെ മാധുര്യങ്ങളെ തിരിച്ചറിഞ്ഞ നിങ്ങൾക്ക് അത് മനസ്സില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദുഃഖത്തോടെയാണ് പറയുന്നത്, നിങ്ങളെക്കാൾ അവരെത്ര ശ്രേഷ്ഠർ. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ അറിയുന്നവരെന്നിട്ടും ദൈവപുത്രൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ഗ്രഹിക്കുന്നവരെന്നിട്ടും എല്ലാം ഉള്ളവരെ പോലെ നിങ്ങൾ നിങ്ങളുടെ നാളുകളെ തള്ളി നീക്കുന്നു. എല്ലാം ഒരു മിഥ്യാപൂജ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം എന്നൊരു വിഷയം നിങ്ങൾ കൊണ്ടാടി നടക്കുന്നു. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും നിങ്ങളുടെ അവസ്ഥകളെയും നിങ്ങളുടെ ബഹുമാനങ്ങളെയും പുലർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ അഹങ്കാരികളായിട്ട് മാറും. നിങ്ങൾ അതിനെക്കുറിച്ച് വലിയ സ്വയം പ്രശംസയുള്ളവരായിത്തീരുന്നു. അപ്പോഴിതാ കർത്താവ് ഒരു ലോക മനുഷ്യരെ അല്ലെങ്കിൽ ജാതികളിൽ നിന്നുള്ള ഒരു മനുഷ്യനെ എടുത്ത് കർത്താവ് കാണിക്കുകയാണ്. ഇസ്രായേലിൽ പോലും ഇങ്ങനെ വിശ്വാസമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നീതി പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യരോട് എക്സ്ട്രാ ഓർഡിനറിയായി ദൈവം